ഈ കർത്താവ് ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും ഇഷ്ടപ്പെടുന്നയാളാണ്. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണം, ഇത് രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. ആകമോ ഉറക്കെ പറഞ്ഞു. സ്തോത്രം. അകത്ത് ക്ലാമും കറയും അഴുക്കും ചെളിയൊക്കെ അതാരും ശുദ്ധീകരിക്കുന്നില്ല. കർത്താവ് ഇവിടെ ഊന്നി പറഞ്ഞത് അകം വെടിപ്പാക്കണമെന്നാ പറഞ്ഞതിൻ്റെ ആശയം. എന്നാൽ അതിന് ശരിക്കും പഠിച്ചാത്ത യഥാർത്ഥം അകവും പുറവും ഒരുപോലെ വെടിപ്പാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ആന്തരിക ശുദ്ധീകരണത്തിനാണ് പ്രാധാന്യം. അപ്പൊ തന്നെ ബാഹ്യ ശുദ്ധീകരണവും ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. ഹൃദയത്തിനകത്തെ മലിനത, അഴുക്ക്, അതെല്ലാം തന്നെ അകം ശുദ്ധീകരിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമാണ്. അകവും പുറവുമല്ല, ബാഹ്യ ശുദ്ധീകരണം. അതാ കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്. കിണ്ടുകിണ്ണങ്ങളുടെ പുറം നിങ്ങൾ വെടിപ്പാക്കുന്നു, അകം അഴുക്ക. അപ്പം അകവും വെടിപ്പാക്കണം, പുറവും വെടിപ്പാക്കണം. ഇത് രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. ചിലയിടത്ത് അകം മാത്രം ക്ലീന, പുറം അഴുക്ക. അത് നല്ലതല്ല. ചിലയിടത്ത് പുറമെല്ലാം നല്ല ക്ലീന, അകം അഴുക്ക. അതും നല്ലതല്ല. രണ്ടും ഒരുപോലെ ശുദ്ധീകരിക്കണം. ഈ ഭാഗ്യശുദ്ധീകരണത്തിന് ഒരു തെളിവ് നിങ്ങൾ ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തനം 23:14. അവിടെ വായിക്കുന്നത്, നിന്റെ ദൈവമായി യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും. ഇങ്ങോട്ട് നോക്കിയേ, രണ്ട് കാര്യത്തിനായിട്ട് ദൈവം തന്റെ ജനത്തിന്റെ പാളയത്തിൽ കൊണ്ട് നടക്കും. ഒന്ന്, നിന്നെ രക്ഷിക്കാൻ, അല്ലെ നമ്മെ രക്ഷിക്കാൻ. രണ്ട്, നമ്മെ ഉപദ്രവിക്കുന്ന, നശിപ്പിക്കുന്ന ശത്രുക്കളെ നശിപ്പിക്കാൻ. പുതിയ നിയമത്തിന്റെ ഉപദേശപ്രകാരം ശത്രു എന്നുള്ളത് വ്യക്തികളല്ല, സാത്താന. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിക്കുന്ന സാത്താന. അപ്പൊ രണ്ട് കാര്യത്തിനാണ് ദൈവം പാളയത്തിൽ നടക്കുന്നത്. ഒന്ന്, നിന്നെ രക്ഷിപ്പാൻ. രണ്ട്, ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാൻ ദൈവം പാളയത്തിൽ കൂടെ നടക്കും. പാളയത്തിൽ കൂടെ നടക്കും. അടുത്ത വാക്യം. അപ്പോൾ ഈ പാളയത്തിലെങ്ങും വൃത്തികേട് കാണരുത്. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവിടുന്ന് നിന്നെ വിട്ട് അകലാതിരിപ്പാൻ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. അവിടെ കർക്കശമായിട്ട് ഭാഗ്യശുദ്ധീകരണമാണ്. ഭാഗ്യശുദ്ധീകരണം. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങള് മരുഭൂമിയിൽ തമ്പടിച്ച് കിടക്കുക. അപ്പോൾ ദിനചര്യയുടെ ഭാഗമായിട്ടും അശുദ്ധി ഒന്നും പാളയത്തിൽ ഒരു മലിനതയും പാടില്ല. ക്ലിയർ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഞാൻ ചേർന്നങ്ങ് പറയാം, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഭാഗ്യമായിട്ടും ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. കുളിക്കണം, എൻ്റെ ഭാഷ പറഞ്ഞാൽ തേച്ച് കുളിക്കണം, മുടി വെട്ടണം, മീശ വെക്കാതിരിക്കുന്നതാ നല്ലതെന്ന അഭിപ്രായം.
പിന്നെ ഇപ്പോൾ ഒന്നും ഇനി ഇത് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. ഇത് സഭയുടെ ആരംഭമൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഇതിനകത്തെല്ലാം ഈ ഞണ്ടും പൂഞ്ഞാനും വളവനും പൊളവനും എല്ലാം ഇതിനകത്ത് കേറി. ഇനിയിപ്പം പിന്നെ കർത്താവും പറഞ്ഞല്ലോ, സകലവിധ മീനും സകല എല്ലാ വകയുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഒരു അഭിപ്രായം, മീശ വെക്കാതിരിക്കുന്നതാ നല്ലത്. ഇനി അഥവാ വെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല വൃത്തിയായിരിക്കണം. മീശ ഇപ്പൊ പിള്ളേരെല്ലാം അങ്ങ് അതിനും ഒരു മോഡേണിസം ആയിരിക്കുക, ഒരു ഫാഷനാ പിള്ളേരെല്ലാം. ഇനി ആട്ടെ, അതെല്ലാം കുറഞ്ഞ പക്ഷെ ഞായറാഴ്ചയെങ്കിലും വേറും വൃത്തിയായിട്ട് വരണം. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ ഒരു ജോഡി ഡ്രസ്സേ ഉള്ളെങ്കിലും അത് വൃത്തിയാകണം ആരാധനയ്ക്ക്. സ്തോത്രം. താണ്ട അദ്ദേഹത്തെ കണ്ടുപഠിക്കണം, നന്നായിരിക്കും. യോഗം കഴിഞ്ഞ് തുള്ളിച്ചാടി പോകരുത്. അദ്ദേഹത്തോട് ചോദിക്കണം, ഇതെങ്ങനെയാ കഴുകുന്നത്, അതിനെന്തുവാ മുക്കുന്നത്, അതിൻ്റെ വിധം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. സ്തോത്രം. കണ്ടു പഠിക്കേണ്ടതുണ്ട്, ചെയ്തു പഠിക്കേണ്ടതുണ്ട്, കേട്ട് പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. ഞാനും യോഗം കഴിഞ്ഞെന്ന് ചോദിക്കാനിരിക്കുക, ഇതെങ്ങനെയാണ്, നന്നായിരിക്കും. സ്തോത്രം. ഇപ്പൊ ഈ പാസ്റ്റർമാരെ പോലും കണ്ടാൽ തിരിച്ചറിയാൻ മേല. ഒരു കുട്ടിനിക്കറൊക്കെ ഇട്ടോണ്ട് ഭയങ്കര ശുശ്രൂഷയാന്നാ പറയുന്നത്. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനെ കണ്ടാൽ അറിയാം, ഇല്ലേ? ഡ്യൂട്ടിയുള്ള നേഴ്സിനെ കണ്ടാൽ അറിയാം, ഇല്ലേ? ഡ്യൂട്ടിയിലുള്ള പട്ടാളക്കാരനെ കണ്ടാൽ അന്നേരം അറിയാം. ഉദാഹരണം ഒന്ന് രണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഡ്യൂട്ടിയിലുള്ള ഉപദേശിയെ കണ്ടാലും അറിയണം. നമ്മുടെ ഈ ഡ്യൂട്ടി വേലയ്ക്ക് വിളിയുള്ള അന്ന് തുടങ്ങിയതാ. ഇത് തീരുന്നത് ഒന്നെങ്കിൽ മരണം, ഇല്ലേ കാകളധ്വനി. ഇപ്പൊ നിങ്ങളെ ചില ഉപദേശിമാരെ ശ്രദ്ധിച്ച് പ്രസംഗിക്കാൻ വരുമ്പോൾ മാത്രം അവരെ ഉപദേശിയാന്ന് മനസ്സിലാകും. അത് കഴിയുമ്പോഴോ നിങ്ങൾ എന്നെ സൂക്ഷിച്ചു നോക്കുമൊന്നും വേണ്ട. ഞാൻ ദൈവം അനുവദിക്കാന്ന് ഒരു 9:30 ആകുമ്പോൾ അങ്ങ് പോകും. വെറുതെ ആലോക്യമൊന്നും ഉണ്ടാക്കണ്ട. സ്തോത്രം. സ്തോത്രം. ആ കാര്യത്തിന് ഞാൻ കുറച്ചുകൂടെ ബഹുമാനിക്കുന്നത് TPM കാരെയാണ്. അവരെ ചന്തയെ വെച്ച് കണ്ടാലും, പെയ്ത്തോമി വെച്ച് കണ്ടാലും, വഴി വെച്ച് കണ്ടാലും, യാത്രയെ കണ്ടാലും, കല്യാണ വീട്ടിൽ കണ്ടാലും, വിരുന്ന് വീട്ടിൽ കണ്ടാലും, അടക്ക വീട്ടിൽ കണ്ടാലും മനസ്സിലാകും ഇത് TPMലെ ആൾക്കാരാണ്. നമ്മുടെ ഉപദേശിമാരെ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടാൽ പിടി കിട്ടുകയല്ല. ചന്തയിൽ ചെന്ന് നോക്കിയാലും എന്നെ നിങ്ങൾക്കെല്ലാവരും അരുതാഴിയ പോലെ. ഞായറാഴ്ച സ്റ്റേജിൽ കയറുമ്പോ നല്ല തകർപ്പാ. ഒരിക്കൽ കൂടെ ശക്തിയോടെ പോരാ ഹല്ലേലൂയ മളച്ചില്. സ്തോത്രം. നിങ്ങള് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലർ പറയാറുണ്ട് നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ദൂത് കിട്ട്. ഞാൻ ദൂതുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ സ്തുതിച്ചാലും സ്തുതിച്ചില്ലേലും ദൂത് എൻ്റെ ദൈവം തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സ്തുതിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഇനി നമ്മൾ സ്തുതിച്ചില്ലെന്നോർത്ത് ദൈവത്തിൻ്റെ മഹത്വത്തിന് ഭംഗവും വരികയല്ല. നമ്മളിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നെങ്കിൽ പുള്ളിക്ക് തേജസ് അങ്ങനെയൊന്നുമില്ല. അവിടുന്ന് തേജസ് ഉള്ളവൻ തന്നെ.
എന്നാൽ ചിലരെ ഇങ്ങനെ എപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ അവരുടെ തേജസ് എപ്പോഴും ഇങ്ങനെ അവരെ ഉഴിഞ്ഞുഴിഞ്ഞിരുന്നില്ലെങ്കിൽ തേജസ് പോകും. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്നാൽ ദൈവത്തിന് അങ്ങനൊന്നുമില്ല. നീ സ്തോത്രം പറഞ്ഞാലും സ്തോത്രം പറഞ്ഞില്ലേലും, സ്തുതിച്ചാലും സ്തുതിച്ചില്ലേലും, കൈയടിച്ചാലും കൈയടിച്ചില്ലേലും അവിടുന്ന് ദൈവം തന്നെ. അവിടുത്തെ മഹത്വത്തിന് ഒരു ഭംഗവും വരികയല്ല, അവിടുത്തെ തേജസ്സിനും ഒരു ഭംഗം വരികയല്ല. ഗതിഭേദം കണ്ട ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ യഹോവയാകുന്ന ഞാൻ നിന്റെ പാളയത്തിൽ കൂടെ കടന്നു വരുമ്പോൾ, പാളയത്തിൽ വൃത്തികേട് വല്ലതും കണ്ടാൽ ഞാൻ പാളയത്തിൽ കാണുകയല്ല. അതുകൊണ്ട് പാളയം എപ്പോഴും വായിച്ചേ, പാളയം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. ആകെ ശുദ്ധീകരണത്തെ കുറിക്കുന്നതാണ്. 2 മുറിയും ഒരടുക്കളയെ ഒരു ചേർത്തും ഉള്ളൂ, അത് വൃത്തിയായിരിക്കണം. 1 മുറിയും 1 ബാത്റൂമും 1 കിച്ചണമേ ഉള്ളൂ, മതി. പക്ഷെ അത് വൃത്തിയായിരിക്കണം. ഞാനിതെല്ലാം എല്ലാവരോടും കാരണം ഈ എല്ലാവരുടെയും വീട്ടിൽ വന്ന് ഇത് പറയാനായിട്ട് വിളിച്ച ആരും വരികയല്ല. പിന്നെ ഇങ്ങനെയുള്ള രംഗത്ത് നമ്മൾ പറയാ വേറെ ഇച്ചിരി കാര്യം പറയാനാണ്, നമുക്ക് എല്ലാവരോടും ഒരു ദിവസം കൂടാതെ പറഞ്ഞാൽ ഇത്രയും പേര് വരികയല്ല. പിന്നെ ഇപ്പം കൈക്ക് ഇത്രയും പേരെ കൈക്കണങ്ങ് കിട്ടിയതല്ലേ. അപ്പൊ ഇത് ഗുണദോഷം പറയുമ്പോൾ ആരെങ്കിലും ഗുണമാകുക എന്നെങ്കിൽ ഉപവാസ പ്രാർത്ഥന അങ്ങനെയും ഗുണമായിട്ട് ഭവിക്കട്ടെ. എപ്പോഴും ഞാൻ പറയും, എന്നും തൂത്തുവാരി ഒക്കുന്നെങ്കിൽ അറയും കൂടെ ഒന്ന് തുടച്ച് ആ ബാത്റൂമും എന്നും കഴുകി അന്നുള്ള തുണിയും കഴുകി, സ്തോത്രം, മിറ്റവും പരിസരവും ഉള്ളവരാണെങ്കിൽ എന്നും മിറ്റവും എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഈ ഞാൻ വചനത്തിന്റെ വെളിച്ചത്തിലായി ഈ വൃത്തികേടായിട്ട് കിടക്കുന്നിടത്തൊന്നും ദൈവസാന്നിധ്യം ഉണ്ടാകുകയല്ല. നമ്മളിതെല്ലാം കൂടെ അടിച്ചു പരിപ്പിച്ചു പറയും ഭയങ്കര സാന്നിധ്യമാണ് നിന്റെ സാന്നിധ്യം. ചുമ്മാ പറയാനതാ, അങ്ങനൊന്നും ദൈവം വരികയല്ല. ദൈവത്തിന് മഹത്വം ആട്ടെ. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും രണ്ടും ദൈവം ഇഷ്ടപ്പെടുക. അപ്പൊ ഞാനിത്ര സൂചിപ്പിച്ചത് നിങ്ങളെ വളരെ സന്തോഷമായിട്ട് നിങ്ങളുടെ ഇരിപ്പും ഭാവവും എല്ലാം വളരെ നന്നായിരിക്കുന്നു. അപ്പം ഒരു കാര്യം ചെയ്യണം, എല്ലാം നന്നായെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നുകൂടെ നന്നാക്കണം. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ഇത് രണ്ടും ശുദ്ധീകരിക്കപ്പെട്ട് മുമ്പോട്ട് പോകണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ്, ഭവനം, പരിസരം, സ്തോത്രം, ഉപയോഗിക്കുന്ന വാഹനം. വണ്ടി കഴുകാത്ത ആൾക്കാരുണ്ട്, ആ വീലിനിടയിലെല്ലാം ചെളിയ. വാൻ ഹുസൈൻ്റെ ഷർട്ട് ഇട്ടോണ്ടാ ഇത് എരപ്പിക്കുന്നത്, മനസ്സിലാകുന്നില്ല. ഉണ്ട് വീടും പരിസരവും എല്ലാം ശുചിത്വം ഉണ്ടായിരിക്കണം. അത് അങ്ങനെ ശുചിത്വമുള്ളിടത്ത് ദൈവ സാന്നിധ്യം. നിന്റെ പാളയത്തിൽ വൃത്തികേടൊന്നും കാണരുതെന്നാ. പാളയം എപ്പോഴും വെടിപ്പുള്ളതായിരിക്കണം എല്ലാം. ഞാൻ ഇനിയും ആ ഭാഗമൊന്നും അധികം വിവരിക്കുന്നില്ല. വീടും പരിസരവും സഹോദരിമാരൊക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് നിങ്ങളെല്ലാം മാന്യമായിട്ട് ആ ഇടപെടുന്നു. അടുക്കളയെല്ലാം നല്ല നീറ്റായിരിക്കണം. പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണുങ്ങളെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അതെന്തിനാ വെച്ചാൽ ആണുങ്ങൾ സിറ്റിംഗ് റൂമിൽ നിന്ന് സംസാരിക്കാനും ഒക്കെ ഉള്ള അടുക്കളയിൽ പോകാനൊക്കെ. അപ്പം പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർ അടുക്കള ചെല്ലും. ന്യൂട്രൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കളയിൽ അതുവഴി ഒന്ന് ചായ ഇടുക അല്ലയോ. അപ്പം അടുക്കളയിൽ കയറി അവിടെ എല്ലാം ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചിട്ടയും അടുക്കും കാണും. അപ്പം അവർക്ക് മനസ്സിലാകും ഇവിടുത്തെ പെങ്കൊച്ചിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് ഗുണമാകുമെന്ന്. ഇപ്പം പിന്നെ അങ്ങനൊന്നും വല്ല കാണുന്ന അവർ തമ്മിൽ മൊബൈലിൽ കൂടെ കണ്ട് അവർ തമ്മിൽ ബീച്ചിൻ്റെ അവിടെ പോയിരുന്ന് വർത്താനം എല്ലാം പറഞ്ഞേച്ച് അവർ തന്നെ ഡേറ്റും ഒക്കെ തീരുമാനിച്ചു. ഒത്തെങ്കിൽ ചിലപ്പോൾ നമ്മളോട് കല്യാണം പറഞ്ഞെന്ന് വരാം. അങ്ങനെ പറയാന്ന് വലിയ കാര്യം, നമുക്ക് ഒന്ന് കൂടാം.
അവർ തന്നെ എല്ലാം തീരുമാനിച്ച് അവർ തന്നെ വന്ന ഉടനെ അവൾ പറയാം നമുക്ക് ഫ്ലാറ്റ് എടുത്ത് വിടുന്നങ്ങ്. എന്നിട്ട് അവൻ പറഞ്ഞു എൻ്റെ അപ്പച്ചനും അമ്മച്ചി അതങ്ങനെ അവിടെ കിടന്നോളൂ, നിങ്ങളോട് പറയുന്ന കാര്യം കേട്ടാ. ഫ്ലാറ്റ് ജീവിതമല്ലേ. അപ്പൊ ഈ പണ്ട് അമ്മമാരെ അല്ലെ സഹോദരിമാരെ കൊണ്ടുപോകും. അവർ അടുക്കള കയറി നോക്കും, അറിയാം ചിട്ടയും ക്രമവും ഒക്കെ ഉള്ള വീടാണോ. അപ്പൊ ആ വീട്ടിൽ നിന്നൊരു പെങ്കൊച്ചിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ നമ്മുടെ വീട് നല്ല ക്രമത്തിൽ. സ്തോത്രം. അതുകൊണ്ട് അടുക്കളയൊക്കെ നല്ല വൃത്തിയായിരിക്കണം. ടൈൽസ് ഒന്നുമില്ലെങ്കിലും ചിലപ്പം റെഡ് ഓക്സൈഡോ അല്ലെങ്കിൽ ചാണകം ഇട്ട് മെഴുകിയതായിരിക്കും, മതി. ഉള്ളത് വൃത്തിയായിരിക്കണം. ഫോറിൻ പ്ലേറ്റ് ഒന്നും ചിലപ്പോൾ കാണുകയില്ല, അലൂമിനിയത്തിൻ്റെ പ്ലേറ്റ് ആയിരിക്കും, മതി. അത് ചാരവും സോപ്പ് വിട്ട് വൃത്തിയായിട്ട് കഴുകി വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി. സ്തോത്രം. ആ മിക്സിയൊക്കെ ആഴ്ചയിൽ ഒന്നെങ്കിലും അത് നല്ല വൃത്തിയാക്കി ആ വിടവിലൊന്നും അഴുക്കൻ ചെളിയൊന്നും. മനസ്സിലാകുന്നുണ്ടോ? വൈകിട്ട് പോയി നോക്കണേ നമ്മുടെ മിക്സി എങ്ങനെയാന്ന്. ഇതൊക്കെ പറയണ്ടായോ? അപ്പോൾ നിങ്ങൾ ആണ്ടവന്ന് പിടിച്ചോ തേണ്ട വരുന്ന് പിടിച്ചോ എന്ന് പറഞ്ഞാൽ മിക്സി ആരാ വൃത്തിയാക്കുന്നത്? ഇതൊക്കെ ചെയ്യണ്ടേ? എപ്പോഴും ഇങ്ങനെ ഇരുന്നാലോ? അതൊക്കെ വൃത്തിയാക്കണം, എല്ലാം നല്ല നീറ്റായിരിക്കണം. അപ്പോൾ ചെല്ല് പറയും പാസ്റ്റർ അത് മിക്സിയുടെ ഇടയിലിരിക്കുന്നതൊന്നും കൈകൊണ്ട് തുറച്ചാലൊന്നും മാർഗം ഞാൻ പറഞ്ഞു തരാം. ഈർക്കലി ഒന്നും വേണ്ട, ഞാൻ എന്തിനാ ഈർക്കലി തെറ്റിപ്പോകുന്നത്? ഈർക്കലി ഇത്ര അല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ മാർഗം ഈ നേരത്തെ ഉപയോഗിച്ച ബ്രഷ് കാണുകയല്ലേ പല്ല് തേച്ചേ, അത് മതി. ഇനി ഈർക്കലി എടുക്കണ്ട കേട്ടോ, ബ്രഷ് മതി. അത് ഇച്ചിരി സോപ്പ് വെള്ളം കലക്കി വെച്ചാൽ ആ ബ്രഷ് അതിലോട്ട് മുക്കി വെച്ചാൽ സൈഡിലൊക്കെ ഇട്ടൊന്ന് പോവും. എന്നിട്ട് അതിൻ്റെ അറ്റത്തോട്ടൊരു ചെറിയ തുണിയോ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുമ്പം വൃത്തിയായി. ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു തരിക. ഇങ്ങനത്തെ ക്ലാസ്സാണ് എനിക്ക് എടുക്കാൻ വലിയ ഇഷ്ടമാണ്. ആ ചായപാത്രത്തിൻ്റെ അടിയിൽ ചിലപ്പോൾ മഞ്ഞ കളർ കാണും, അതൊക്കെ കഴുകണം. വൈകിട്ട് പോയി നോക്കണേ ക്ലിയർ ആണോ എന്ന്. ചായ എടുക്കുന്ന എന്നും ചായ എടുക്കല്ലേ, പാത്രത്തിൻ്റെ അതിന് പറഞ്ഞ ഇങ്ങനെ കമ്പ് പോലെ പിടിക്കുന്ന എന്തുവാ സോസ് പാൻ, അതിൻ്റെ അടിയിൽ അകത്ത് അതൊക്കെ ശ്രദ്ധിക്കണം. ആട്ടെ, ഈ യോഗത്തിന് വന്ന് അങ്ങനെയും ഗുണമാകട്ടെ. ദൈവത്തിന് മഹത്വം. എല്ലാം നല്ല നീറ്റായിരിക്കണം. സ്തോത്രം. ഈ ഭക്ഷണം കഴിച്ചില്ലേ നമ്മളെ അറിയുള്ളൂ, പക്ഷെ പരിസരവും വീടും വൃത്തിയാക്കിയില്ലേ എല്ലാവരും അറിയും. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മളെടുത്ത ഭാഗത്തേക്ക് വരാം, അല്ലെ പരിപാടി വിജയിക്കുകയല്ല. ദൈവത്തിന് മഹത്വം. വായിച്ച തിരുവെടുത്ത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മുഖവരിയായിട്ട് നമ്മൾ പകല് ചിന്തിച്ചു പോകും. ഇസ്രായേലിനെ ദൈവം മിസ്രയീമിന് പുറപ്പെടുവിച്ചു. 70 പേര് മിസ്രയീമിലെത്തി. ഉൽപ്പത്തി 46-ന്റെ 27, പുറപ്പാട് 1-5, ആവർത്തന പുസ്തകം 10-22 70 പേര് ചെന്നെന്ന് പരാമർശിച്ചു. സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് ചെന്നെന്ന് 7-14 അപ്പോസ്തല പ്രവൃത്തിയിൽ സ്തേഫാനോസും തർക്കിച്ചു. ആ 5 പേരെ പറ്റിയുള്ള കാര്യങ്ങളും നമ്മൾ സൂചിപ്പിച്ചു. ഇങ്ങനെ ഇവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്നു. അതാണ് നമ്മൾ പകൽ ചിന്തിച്ചത്. ചെങ്കട തീരത്ത് മുൻപ് ചെങ്കടൽ, ഇരുവശവും പർവ്വതം, പുറകിൽ പറവോന്റെ സൈന്യം. 2 വശവും പർവ്വതവും, പുറകിൽ പറവോന്റെ സൈന്യം. ഇത് കണ്ട് പേടിച്ചരണ്ട ഇസ്രായേൽ ഭയപ്പെട്ട് നിലവിളിച്ചപ്പോൾ തമ്പുരാൻ മോശ മുഖാന്തരം പറഞ്ഞ് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കാണണം. അങ്ങനെ ദൈവം തമ്പുരാൻ ചെയ്തത് ഒരു ഉഷ്ണക്കാറ്റടിപ്പിച്ച്, ആ ഉഷ്ണക്കാറ്റ് വന്നൊരു ഒറ്റ അടി അടിച്ചപ്പോൾ ചെങ്കടല് 7 കൈവടിയായി ചേതറി. ചെരുപ്പ് നനയാതെ എല്ലാറ്റിനെയും മറുകര കയറ്റി.
സ്തോത്രം. ഈ വചനത്തെ വിശ്വസിക്കാത്തവര്, യുക്തിവാദികള് ചിലര് പറയുന്നത് ഈ വേലിയേറ്റവും വേലിയിറക്കവും വന്നപ്പോ ഇവര് അക്കരെ കയറിയെന്ന. വേലിയേറ്റവും വേലിയിറക്കം വന്നപ്പോ ഇതുങ്ങൾ നേരെ അക്കരെ കയറിയെന്ന. ഇത് വേലിയേറ്റവും വേലിയിറക്കവും അല്ലെന്നുള്ളതിന് ഒരു തെളിവ്, രണ്ടു വശവും വെള്ളം മതിലായിട്ടല്ലേ നിന്നേ. വേലിയിറക്കം വന്ന ഒരു സൈഡ് മുഴുവൻ അങ്ങ് പോവല്ലേ. വേലിയിറക്കം അങ്ങനല്ലേ, കയറിയ വെള്ളം ഇറങ്ങി പോകുമ്പം ഒരു സൈഡിലോട്ട് അങ്ങ്. ഇത് അങ്ങനല്ലോ, രണ്ട് സൈഡിലും വെള്ളം കൊണ്ട് മതില്. കാറ്റ് വന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് വശത്തെ വെള്ളം ഐസ് കട്ടയായി. അതാ സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത് ആഴി ഉറച്ചെന്ന, കല്ല് പോലായി. അപ്പൊ ഇത് വേലിയേറ്റവും വേലിയിറക്കവുമല്ല, ദൈവപ്രവൃത്തിയാണ്. ഉണങ്ങിയ നിലത്തുകൂടെ ഇവരെ മറുകര കയറ്റി. ഈ വേറൊരു ഭാഗത്ത് വായിക്കുന്ന ഈ തുവർനില വന്ന തുവർനില, നമ്മളൊരു പാട്ട് പാടും, നിങ്ങൾക്ക് ആ പാട്ട് അറിയാം. ചെങ്കടൽ പിളർന്നു നല്ല തുവർനിലമാക്കി ശങ്കയന്യെ താൻ ജനത്തെ നടത്തിയോനെ. ചെങ്കടൽ പിളർന്നു നല്ല, ചെങ്കടൽ പിളർന്ന് നല്ല തുവർനിലമാക്കി എന്ന് പറഞ്ഞ ഉണക്കി, നിലം ഉണക്കി. ഈ യഹൂദാ റബിമാരൊക്കെ പറയുന്നത് ഇവര് മറുകര കയറിയുമ്പോ പൊടി പറന്നെന്ന സമുദ്രത്തിന്റെ ആഴത്തിൽ, അതുപോലെ ഉണക്കി പൊടി പറത്തി. ഇനി അതിന് വേറൊരു ആശയം, ഈ തുവർനിലമാക്കി എന്ന് പറഞ്ഞ തുവർത്തി ഉണക്കി, അത് ദൈവം മനഃപൂർവ്വം ചെയ്തതാ. അതല്ല വെറുതെ ഒരു വെള്ളം അങ്ങ് വറ്റിച്ചു. ഇവരെല്ലാം ഇസ്രായേൽ പുരുഷന്മാരെല്ലാം കൂടെ ചെങ്കടലിൽ കൂടി ഇറങ്ങി ചെറുതായിട്ടൊന്ന് വറ്റി. മണ്ണിന് നനവുണ്ട് എന്ന് വിചാരിക്കുക. നനവുള്ള മണ്ണാണെങ്കിൽ നനവുള്ള മണ്ണാണെങ്കിൽ നടക്കുമ്പം കാല് പൊതയും. അതൊരു ചിന്ത. എന്നെ ചിന്തിപ്പിച്ചത് അതല്ല, ഇവന്മാർ അക്കരെ കയറുകയല്ല. ഒന്ന് ചാക്കോച്ചൻ തോമാച്ചോണ്ട് പറയും, തോമാച്ച നമുക്കിവിടെ നല്ല ബിസിനസ് തുടങ്ങാം, നല്ല ചെളിയാ, ചവിട്ടിയപ്പം നല്ല, കാരണം പഴയ പണി എന്നാ ഇഷ്ടിക ഉണ്ടാക്കുന്നതാ. പഴയ പണി ഓർമ്മ വരും, കാരണം ചവിട്ടിയപ്പം നല്ല പശപശപ്പുണ്ട് കേട്ടോ, കാല് പറയുന്നില്ല. നമുക്കിവിടെ ഒരു എന്തുവാ പുതിയ ബിസിനസ്, ശാലേം ഹോളോ ബ്രിക്സ്. പേര് മാറ്റുന്നല്ലേ ഉള്ളൂ, സ്വഭാവത്തിനൊരു മാറ്റം. ശാലേം, എവിടാ ശാലേം ഹോളോ ബ്രിക്സ്? സ്തോത്രം. ഇവരുടെ സ്വഭാവം അതാ, ഇവരത് അവിടെ ബിസിനസ് നടത്തും. ആത്മീകത്തിൽ ഇപ്പം ബിസിനസ് അല്ലേ? ബിസിനസ്സാ. നമ്മൾ ഈ കൺവെൻഷൻ വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ലാഭം? ഇപ്പൊ ഈ കൺവെൻഷൻ നടത്തുമ്പോഴും ലാഭം നോക്കിയല്ലേ എല്ലാരും വിളിക്കുന്നേ? അതെ. പാട്ടുകാരെ ഒരു 8 പാട്ടുകാരെ വിളിക്കും, അതിൽ കുറഞ്ഞ റേറ്റിന് കുറഞ്ഞ റേറ്റുകാരെ വിളിക്കും. ഒന്ന് അവിടുത്തെ അതിൽ 2 പേര് ഗുണപ്പെടാത്തവൻ, അതൊക്കെ പിന്നെ ഗുണപ്പെട്ടോളും നമുക്ക്. അവരുടെ കൂടെ തബല വായിക്കുന്ന അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടൻ, അതൊന്നും കുഴപ്പമില്ല, അവൻ മിക്കവാറും ഈ കൈക്ക് രക്ഷിക്കപ്പെടാൻ. അവൻ ഇവിടെ പാടി കഴിച്ച് അമ്പലത്തിലും പോയി പാടുന്നുണ്ട്, അത് കഴിഞ്ഞ് പള്ളിയിലും പോയി പാടുന്നുണ്ട്, അത് കഴിഞ്ഞ് അവനെ ക്ലബിന്റെ പരിപാടിക്കും പാടുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ ടൈം കിട്ടുകയാണെങ്കിൽ വന്ന് ഒരു പാട്ട് പാടിയേച്ച്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നിങ്ങൾ
എല്ലാവരും കൂടെ ഒത്തോണ്ട് എന്നെ ഒതുക്കാൻ നോക്കുകയാണോ? ബിസിനസ് ആയതല്ല, എല്ലാം ബിസിനസ്സാണ്. അപ്പൊ തമ്പുരാൻ ഇവരെ പറ്റി നല്ലവണ്ണം അറിയാം. ഈ മണ്ണിന് നനവുണ്ടെങ്കിൽ യുവമാർ ഒരെണ്ണം അക്കരെ കയറുകയല്ല, ഇവിടെ ചവിട്ടിക്കോഴ ചവട നിൽക്കും. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നല്ല തുവർന്ന ലെവലേക്ക് കൊടുത്തു, ഓടി പറത്തി സാകലീണത്തിന് മറുകര കയറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോയില്ല. വെള്ളം രണ്ടു വശത്തും മതിലായിട്ട് നിന്നെന്ന ആ ഭാഗം നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് വിവരിക്കുന്നില്ല. ഇവർ അക്കരെ കയറി കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ചെയ്ത പരിപാടി, ഇസ്രായേലില്ല അക്കരെ കയറി. മിസ്രയീമരും ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്നു ഇസ്രായേലിന്റെ പുറകെ. കൊരിന്ത്യലേഖനമൊക്കെ പഠിച്ച ചെങ്കടൽ സ്നാനത്തിന് ഒരു മുൻകുറിയായിട്ടാണ്. അപ്പൊ ഇസ്രായേൽ മക്കളെല്ലാം സ്നാനപ്പെട്ടു. അങ്ങനെ ചിന്തിക്കുന്ന നല്ലത്. എല്ലാവരും സ്നാനപ്പെട്ടു. ഇസ്രായേൽ സ്നാനപ്പെട്ടു. ഞാൻ പറയാനുണ്ട്, മിസ്രയീമര് സ്നാനപ്പെട്ടു. കാരണം അവരും ഇറങ്ങിയല്ലോ. ഇസ്രായേൽ സ്നാനപ്പെട്ടു, മിസ്രയീമര് സ്നാനപ്പെട്ടു. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം. ഇസ്രായേല് സ്നാനപ്പെട്ട് മുങ്ങി പൊങ്ങി, മറ്റവര് മുങ്ങി പൊങ്ങിയില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 29 ഒന്ന് വായിച്ചേ. എബ്രായർ 11:29. അയ്യോ, എന്നാ എനിക്ക് തെറ്റിയതാ. അതെത്രാം വാക്യമാ? അപ്പൊ ഇതേതായിരുന്നു? എന്നാലും സഹോദരി ആർത്തി കൊണ്ട് വായിച്ചതല്ലേ? 29 വായിക്കേ. വായിക്കേ. ഞാൻ അവിടെ ആരാ സഹോദരന്മാരാരാ വായിച്ചേ? ഞാൻ വേറൊരു വാക്യം തരാം. ഇത് പുള്ളിക്കാരിക്ക് കൊടുത്തയച്ചു. വാക്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പോകരുത്. ഞാൻ വേറൊരു വാക്യം തരാം. ഇത് സഹോദരി വായിച്ച 29. മുമ്പ് അത്ര ഓളിയോ ഇല്ലല്ലോ, എന്നാ ഓളിയത്ത് വായിച്ചേ. ഇല്ലില്ല, ഉറക്കം വായിക്കാം. മുമ്പ് ആദ്യം വായിച്ച ഓളിയത്ത് വായിക്കണം. 29 യാക്കോബിനോടാണല്ലോ കൂടുതൽ താല്പര്യം. 11:29 ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അപ്പോൾ വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി ഇസ്രായേൽ കടന്ന കാര്യ പറയുന്നേ. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി. അടുത്ത വാക്യം ഉറക്കെ വായിച്ചേ. അത് വായിക്കാൻ അടുത്തത്. ഇനിയും സഹോദരൻ വായിച്ചു. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി. അടുത്ത വാക്യം. അത് മിസ്രയീമര് ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ, വിശ്വാസമുള്ള ഇസ്രായേൽ മുങ്ങുന്ന കണ്ടുകൊണ്ട് വിശ്വാസമില്ലാത്തവ മുങ്ങി. എന്ന് പറഞ്ഞാൽ വല്യപ്പച്ചൻ മുങ്ങിയത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിനോട് ചേരുവാനും യേശുവിനെ ധരിക്കുവാനും സഭയോട് ചേരുവാനും കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ചാ മുങ്ങിയത്. കൊച്ചുമാൻ ഇതൊന്നുമല്ല. കൊച്ചുമാൻ മുങ്ങിയത് കല്യാണം നടക്കാനാ. അവനോട് പറഞ്ഞു പോലും, നമ്മുടെ സഭയെ വെച്ച് കല്യാണം നിന്റെ നടത്തണമെങ്കിൽ സ്നാനപ്പെടാതെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വല്യപ്പച്ചൻ വിശ്വാസത്താൽ കാലം മുടക്കണം. വല്യപ്പച്ചൻ വിശ്വാസത്താൽ മുങ്ങിയതാ.
മൂന്നാം തലമുറക്കാരൻ ചെറുക്കൻ വിശ്വാസത്താൽ മുങ്ങിയതല്ല, അവൻ കല്യാണം നടക്കാൻ സ്തോത്രം. അതുകൊണ്ട് പറ്റിയ കുഴപ്പം അവിടെ വിശ്വാസത്താൽ അവർ ഇസ്രായേല് വിശ്വാസത്താൽ അവർ കരകിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അടുത്ത വാക്യം, അത് മിസ്രയീമ്യര് ചെയ്യുവാൻ നോക്കിയിട്ട്. അതാ നമ്മുടെ കൂടെ മുങ്ങിയ പല പുള്ളിക്കാരും പൊങ്ങാതിരിക്കുന്നത്. എത്ര പേര് നമ്മുടെ കൂടെ മുങ്ങിയതാ? ഇനി അതിനകത്തെ ഉപദേശം, നമ്മുടെ സ്നാനം ശിശു സ്നാനവുമല്ല, മുതിർന്ന സ്നാനവുമല്ല, വിശ്വാസ സ്നാനമാണ്. പിള്ളേരെ മുക്കാനും വേദപുസ്തകത്തിൽ പ്രമാണമില്ല, പ്രായമുള്ളവരെ മുക്കാനും പ്രമാണമില്ല. വേദപുസ്തകത്തിലെ പ്രമാണം വിശ്വസിക്കുന്നവരെ. അയ്യോ, അവന് 4 വയസ്സ്, എന്നാൽ അവനെ അങ്ങ് മുക്കിയേക്കാം. ഇനി 15 അവൻ മുങ്ങിയില്ലെങ്കിൽ കോഴിയെ മുക്കുമ്പോൾ അവനെ മുക്കി. അന്നേരം 98 എന്നൊരു വലിയ പെണ്ണിരിക്കുന്നു, എന്നാൽ പുള്ളിയെ നമുക്ക് പിടിച്ച് മുക്കിയാക്കാം. ഇനി അങ്ങനെ ചത്തുപോയാൽ പിന്നെ ഇത് രണ്ടും ഒക്കത്തില്ല. വേദപുസ്തകത്തിലെ സ്നാനോപദേശം വിശ്വസിക്കുന്നവരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്താൽ അവർ കരകിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രയീമ്യര് ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ദൈവത്തിന്റെ മഹത്വം. ഇസ്രായേൽ മുഴുവൻ മറുകര കയറി. അക്കരെ കയറിയ ദൈവമക്കൾ പാടിയ പാട്ടാണ് 15-ാം അധ്യായം. സ്തോത്രം. പുറപ്പാട് 15 അവിടെ വായിക്കുന്നത് മോശയുടെ പാട്ടാ. 15-ന്റെ 1 വായിച്ച്. പാടി ചൊല്ലുക, സങ്കീർത്തനം പാടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വേറെ ഉപദേശമുണ്ട്. നമ്മുടെ ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കും ഒക്കെ പാട്ടിന് പ്രഥമ സ്ഥാനമുണ്ട്. വചന ശുശ്രൂഷയാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ തന്നെ പാട്ടിനും ഇതിനകത്ത് വളരെ പ്രാധാന്യമുണ്ട്. മോശ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. മോശ പാടുകയും ചെയ്യും, പാടിപ്പിക്കുകയും ചെയ്യും, പാട്ട് പഠിപ്പിക്കുകയും ചെയ്യും, പാട്ട് എഴുതുകയും ചെയ്യും. സ്തോത്രം. ആട്ടെ, ആ 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളെല്ലാം പാട്ട് പാടിയതിനെ കാണുന്നു. ഈ പാട്ട് 3 ഭാഗമായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ആ പാട്ട് 3 ഭാഗമായിട്ട്. ആ 3 ഭാഗത്തിന്റെ പ്രത്യേകത, ഓരോ ഭാഗം തുടങ്ങുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും അവസാനിപ്പിക്കുന്നത് ശത്രുവിനെ തകർക്കുന്നതുമായിട്ടാണ്. ആ 15-ാം അധ്യായത്തിലെ പാട്ട് 3 ഭാഗമായിട്ട് പഠിച്ചാൽ, ഒന്നാം ഭാഗം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഭാഗവും നിർത്തുന്നത് ശത്രുവിനെ നീക്കുന്ന ഭാഗമായിട്ട്, തകർക്കുന്ന ഭാഗമായിട്ട്.